ഹലോ ഗായ്സ്, കുറേ കാലമായിട്ടോ ഇലയട കഴിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി. അങ്ങനെ ചേച്ചിയും കുട്ടികളും എല്ലാവരും വന്നൊരു ദിവസം അമ്മയും ഞാനും ചേച്ചി എല്ലാവരും കൂടെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അരിപ്പൊടി പൊടിച്ചതുള്ളതുകൊണ്ട് അത്യാവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മെയിൻ പരിപാടികളൊക്കെ അമ്മയുടെ കയ്യിലാണ് കേട്ടോ. അമ്മയാണ് കുഴയ്ക്കുന്നതും. ചേച്ചി ഞാനും ജസ്റ്റ് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇലയിൽ പരത്തുന്നുണ്ട്. നമ്മുടെ മാവ് കുഴച്ച അരിപ്പൊടി ഇലയിൽ പരത്തുന്നുണ്ട്. അതുപോലെ ശർക്കരയും നമ്മുടെ കൊത്തി അതായത് ഞരണ്ടി വെച്ചിട്ടുള്ള ശർക്കരയും നമ്മുടെ തേങ്ങ ചിരകി വെച്ച തേങ്ങയും കൂടെ അതിൻ്റെ മുകളിലിട്ട് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഡ്ലിത്തട്ടിലല്ല വെക്കുന്നത്, നമ്മളെ ചോറ് ഊറ്റിയിടുന്ന ചെമ്പിലാണ് കേട്ടോ. പാത്രത്തിലൊരു വെള്ളം വെച്ച് ആ ചെമ്പ് അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ആവി കയറ്റുന്നത്. അങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ആവി നന്നായിട്ട് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത്. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള നല്ല ടേസ്റ്റുള്ള നമ്മുടെ വാഴയിലയുടെ സ്വാദുള്ള നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ പോകാൻ നിൽക്കുകയാണ്. ചേച്ചിയും കുട്ടികളും പോവുകയാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ കൊടുത്തു കേട്ടോ. ഏട്ടൻ്റെ കുട്ടികളായാലും അവർക്ക് നല്ല ഇഷ്ടമാണ് ഈ സാധനം. ഈ അട പ്രത്യേക ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.